ഹലോ അസ്സാം വലൈക്കും കൊയ്പ്പാഷാണ്. അപ്പം ഇന്നലെ പോയ പാതിരിക്കോട് സൈഡിലേക്ക് തന്നെ അവിടേക്ക് ചെല്ലാൻ പറഞ്ഞിരുന്നു. അപ്പുറം അതിൻ്റെ കുറച്ച് അപ്പുറത്ത്. അപ്പം നമ്മൾ അതിനത്തിന് പോകുന്ന കരുതുന്നുണ്ട്. ഇൻഷാല്ലാ നോക്കട്ടെ. മറ്റേ എന്താണ് ഓലക്കോടോ പാതിരിക്കോടിൻ്റെ കുറച്ച് അപ്പുറത്ത് തന്നെ പോയോ കടസ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നിൽക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറെ കുറച്ച് അപ്പുറത്ത് വേറെ മാറി നിൽക്കാം ഇൻഷാല്ലാ. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓലപ്പാറയാണ്. ഓലപ്പാറ പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മളിന്ന് വന്നിരിക്കണേ. അപ്പോൾ നമ്മളിത് ഇത് വെച്ചു, ഫ്ലക്സ് വെച്ചു. അപ്പോൾ ഇൻഷാല്ലാ അപ്പോൾ നല്ല നല്ല ആൾക്കാരെ ഹെൽമെറ്റ് കയറുന്ന വരട്ടെ. അപ്പോഴേ നമ്മളെ വെള്ളം അറിയുള്ളൂ. ഇൻഷാല്ലാ. ഞാൻ ഇപ്പോൾ ഇവിടെ ദുർസ്കാരം കഴിഞ്ഞാൽ പോരുകയാണ്. ദുർസ്കാരം കഴിഞ്ഞ് പോകുന്നപ്പോൾ ബസ്സിൻ്റെ ഒരു ഇത് കണ്ടു. നോമ്പ് തുറപ്പിക്കാൻ വേണ്ടിയാണ്ട് മറ്റേ പേര് എത്തിച്ചിക്കാം. നോമ്പ് തുറപ്പിക്കുന്നവരുടെ പേര് എത്തിച്ചിക്കാം. മാഷാല്ലാ, ഈ നാട്ടിലത്തെ ആൾക്കാർ നല്ല ആൾക്കാരാണ്. 37 ആൾക്കാർ പേരുണ്ട്. അപ്പോൾ എഴുതി കുറേ ആൾക്കാർ വയ്ക്കണം. പക്ഷേ ആൾക്കാരുടെ പേരിൽ ഉൾപ്പെടുത്തിയിരിക്കണേ. ഇനി എന്താ ചെയ്യാന്നാവോ. ചില ഹെൽമെറ്റൊക്കെ നമ്മളെ കയ്യിൽ കിട്ടുമ്പോഴേ ഭയങ്കര സ്മെല്ലേ. കാരണം എന്താ വെച്ചാൽ നമ്മൾ തലയിൽ എണ്ണ തേക്കുന്ന ആൾക്കാർ ഒക്കെ എല്ലാം സ്ഥിരമായിട്ട് ഒരു പിന്നെ ലോങ് ഡ്രൈവൊക്കെ ചെയ്യുമ്പോഴൊക്കെ തലയിൽ ഹെൽമെറ്റിൻ്റെ ഫുള്ള് സ്മെല്ലും അതേമാതിരി ഇതുണ്ടാകും. അതിൽ വലിയൊരു ഓപ്ഷൻ എന്താ വെച്ചാൽ ശരിക്കും കേൾക്കളി. ഇപ്പോൾ ചൂടൊക്കെ ആണല്ലോ. ചൂടൊക്കെ ആകുമ്പോൾ ശരിക്കും ഹെൽമെറ്റ് ചെറിയ ചെറിയ സർഫെക്സിലിട്ട് കേൾക്കുക. അല്ലെന്നുണ്ടെങ്കിൽ സർവീസ് സ്റ്റേഷന് വണ്ടികൾ വെള്ളം അടിക്കുക. വെള്ളം ശരിക്കും കേൾക്കുക. എന്നിട്ട് ഉറപ്പില്ല ചണ്ടി കൊണ്ടല്ലാതെ സാധാരണ തുണി കൊണ്ട് എന്തെങ്കിലും ശരിക്കും കേൾക്കിങ്ങാണ്ട് പേരത്തേച്ച ഉണങ്ങിക്കോളും. പിന്നെ രണ്ടാമത് ഹെൽമെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഉള്ളിൽ വല്ല ക്ലോത്ത് എന്തെങ്കിലും ഉപയോഗിച്ചതിന് ശേഷം ഹെൽമെറ്റ് ഉപയോഗിക്കാം. എന്നാലും അതിൻ്റെ ഉള്ളിൽ പോകും. മറ്റേത് ഒരുപാട് യാത്ര ചെയ്ത് കാരണം തലേൻ്റെ ഉള്ളിൽ നമുക്ക് ചൊറിയാൻ സാധ്യതയിലാണ്. ബാധ ഉണ്ടാവും. ഈ വിയർപ്പും ചളിയൊക്കെ വളരെ നിന്നിട്ടാണ്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. റമദാൻ മാസം പള്ളിക്ക് പോകുമ്പോൾ പൈസ അല്ലാതെ പള്ളിക്ക് പോകാൻ തന്നെ പറ്റാത്ത അവസ്ഥയാണ്. എന്താ വെച്ചാൽ ഈ ചെറിയ കുട്ടികൾ കുട്ടികൾ വേലറിയാണ്ടാവും. എന്നിട്ട് പൈസ മുന്നിൽ ബക്കറ്റോ അല്ലെങ്കിൽ ചെറിയ തൊപ്പി എന്തെങ്കിലുമൊക്കെ വെച്ച് പോലെ മുന്നിലല്ല, പള്ളിൻ്റെ മുന്നിൽ ഉള്ളിൽ അതൊക്കെ എന്തെങ്കിലും വിടാതെ ഇങ്ങനെ പോവുക. കുട്ടികളല്ലേ, മൂത്തോക്ക് ഇങ്ങനെയൊക്കെ കാരണം അല്ലെങ്കിൽ ചോദിച്ചു വാങ്ങും. ചില നിലയ്ക്ക് പൈസ അടിക്കാൻ തന്നെ പറയും. കാരണം ഈ ഉള്ളേരിയത്തെ പള്ളിയിലൊക്കെ അവിടെ എണ്ണപ്പെട്ട ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ഈ ഉള്ളേരിയത്തെ പള്ളിയിലൊക്കെ ഇപ്പോൾ ഞാനിപ്പോൾ എന്നീ വന്നിരുന്ന സ്ഥലമൊക്കെ അവിടെ ഉള്ളേരിയത്തെ പള്ളിയാണ്. അവിടെ സ്ഥിരം മഞ്ചലുള്ളത്തെ കൂറാന്ന് പറഞ്ഞ മാതിരി അവിടെ എല്ലാ ആൾക്കാരെയും അവിടെ നിസ്കരിച്ചാനുള്ളൂ. അവൾക്ക് വന്ന് പുതിയതായിട്ട് ആൾ പറഞ്ഞാൽ ഞാനാണ്. ഇന്നിപ്പോൾ അസർ നിസ്കരിച്ചാൽ ഇപ്പോൾ അവിടെ നാളെ കണ്ടില്ല, പോയിട്ട് കണ്ടില്ല. അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ റമദാനായിട്ട് എല്ലാ മുക്കിലും മൂലയിലും എല്ലാ പള്ളിക്കും ചെറിയ നിസ്കരിച്ചാൽ ചെറിയ വയലുകുട്ടികൾ ചെറിയ മൂലക്കുട്ടികൾ വയൽ പറയാനുണ്ടാവും. കാരണം ഓർക്ക് എന്നിട്ട് നമ്മൾ ചെറിയ പൈസ കൊടുക്കുക. അതുകൊണ്ട് ഓർക്ക് തുണിപ്പം വാങ്ങാൻ ഇതിലാണ്, അല്ലാതെ വേറൊന്നുമല്ല. സംഭവം രസമുള്ളൊരു സംഭവമുണ്ട്. ഇപ്പോൾ ഒരാൾ വണ്ടി നിർത്തി കണ്ട് എന്താ ഇപ്പോൾ ഇവിടെ കച്ചവടം ഇട്ടിക്കണ് എന്നൊക്കെ ചോദിച്ചോട്. അപ്പോൾ ഒന്നുമില്ല, എന്നാൽ കുറച്ചുകൂടി അങ്ങാടിയിലിട്ട് ചോദിച്ചു. അങ്ങാടിയിലിട്ട് കഴിഞ്ഞാൽ വണ്ടി നിർത്താൻ സ്ഥലം ഉണ്ടാവില്ല. അത് ഞാൻ ചോദിച്ചു, ഇതായിട്ടൊക്കെ അപ്പോൾ പള്ളെന്നറിയോ ചോദിച്ചോട്. പള്ളെന്നറിയോ ചോദിച്ചു. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഇതായിട്ട് ഹെൽമെറ്റൊക്കെ റിപ്പയർ ചെയ്താൽ പള്ളെന്നറിയോ ചോദിച്ചു. അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. ഇതായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇത്രയും ദിവസം നമ്മളിപ്പോൾ വള്ളാർച്ചോട് നിൽക്കണപ്പോൾ തന്നെയാണ്. പിന്നെ ഒരു ഏർപ്പാട് വളഞ്ചൊക്കെ ക്ലിയറായിട്ട് നമുക്ക് നിസ്കരിച്ചാനും പറ്റും. അങ്ങനത്തെ ഒരു പണിയാണ് ആറ്. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ നിസ്കരിച്ചാൽ അങ്ങനെ നടക്കാം. അല്ലാത്ത വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാൽ സമ്പാദ്യം ഉണ്ട് വെച്ചാൽ ഇല്ല. എന്നാൽ പണിയുണ്ട്. ഇന്ന് എത്ര കൂലി? 1000 റുപ്യ കൂലിയുണ്ട്. ഇന്ന് 2000 ഉണ്ടായില്ലോ ചോദിച്ചാൽ ഇല്ലേനും. അങ്ങനെ അവസ്ഥയിലങ്ങനെ നടക്കാം. ഇതാകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നിസ്കരിച്ചാൽ അതിൻ്റെ മട്ടത്തിൽ തന്നെ പോകാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനസ്സിലായിക്കോട്ടെ. അതിൽ പിന്നെ എന്നപ്പോൾ പറഞ്ഞു, ഏതായാലും ഞാൻ പണി ഉണ്ടായിരുന്നു. ഞാൻ പോയി കണ്ട് ഒരു നിസ്കരിച്ചിട്ടില്ല, ആസറും നിസ്കരിച്ചിട്ടില്ല. നോമ്പുണ്ടോ? അയാൾക്ക് നോമ്പുണ്ട്. എന്തിനാണ് ആ പട്ടിണി അയാൾ കിടക്കണത്? വെറുതെ നിങ്ങൾ പറയും, എന്തിനാണ് അയാൾ പട്ടിണി കിടക്കുന്നത്? നോമ്പുണ്ട്, 100 നിസ്കരിച്ചിട്ടില്ല. ഞാൻ അപ്പോൾ അസർസ്കാരം കഴിഞ്ഞിട്ടാണ് പോയി നിൽക്കണേ. അസർസ്കാരം കഴിഞ്ഞിട്ട് അസർസ്കരിച്ചിട്ടുമില്ല. അയാൾ പണി കയറിയാണ് പോവുക. അതിൽ അങ്ങനെ ചിരിച്ചു. സാറായിക്കണേ ഞാൻ. അയാൾക്ക് ഞാൻ ആ ചിരിച്ചപ്പോൾ അയാൾക്ക് ഓടിയിക്കണേ. അയാൾ ഇന്നെ ഉപദേശിക്കുകയാണ്, അല്ലെങ്കിൽ അയാൾ ഇച്ച് നല്ലത് വരട്ടി പറയാണ്. ഉപദേശിക്കുകയല്ല, ഇച്ച് നല്ലത് വരട്ടി പറയാണ്. എന്നിട്ടൊക്കെ പള്ളെന്നറിയോ, നമ്മൾ പണിക്ക് പോകാതെ എന്തെങ്കിലും ഒരു പണി നോക്കുക. പക്ഷേ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ട് ചെയ്യരുത്. ഭൂമിലോകം തിരിഞ്ഞടിച്ചാടിയാലും നിസ്കരിച്ചാതിരിക്കരുത്. ഞാൻ മഞ്ച കാഴ്ചപ്പാടുള്ളൂ. എൻ്റെ വീട്ടിലൊക്കെ കാണാം. ഞാൻ പള്ളിയുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ഞാൻ കച്ചവടമുള്ളൂ. ബാങ്ക് കൊടുത്താൽ നിസ്കരിച്ചാൻ പറ്റുന്ന സ്ഥലം. അതിനില്ല കച്ചവടം മതി, അതിനില്ലത് മതി. ഈ വീഡിയോ കാണുന്ന ആൾക്കാരാരും, നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും, പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ല. 3 തുണി കഷ്ണേ കൊണ്ടുപോകുള്ളൂ. അതിപ്പോൾ 1500 കോടിൻ്റെ ആരും കൊണ്ടുപോകില്ല, ഞാനും കൊണ്ടുപോകില്ല, ഈ വീഡിയോ കാണാൻ ആരും കൊണ്ടുപോകില്ല. അപ്പോൾ ഇല്ല കാലം നല്ല രീതിയിൽ ജീവിച്ചാൽ കിടക്കണോടത്ത് ചെറിയ സുഖവും സമാധാനമൊക്കെ ഉണ്ടാവും. അത്ര തന്നെ ഉണ്ടാവുള്ളൂ.